അതൊന്ന് സ്റ്റിലിട്ടെ, അതൊന്ന് നോക്കണമല്ലോ. രണ്ടാളല്ലേ, എന്താണ് ഫ്രെയിം മക്കളെ, എന്താണ് ഫ്രെയിം, ഒരു രക്ഷയില്ല. ഇത് പൊളിക്കട്ടോ. ഈ വണ്ടർ നമ്പർ ശ്രദ്ധിച്ചോ, ബുള്ളറ്റ് നമ്പർ ശ്രദ്ധിച്ചോ, K113433. ഇത് ദേവൻ്റെ ഒരു മെയിം ഡയലോഗ് വരുന്നുണ്ടല്ലോ. എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല ഡയലോഗ് ഉണ്ടല്ലോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോൾ പറയാൻ കഴിയില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. യെസ്, അങ്ങനെ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചാനലിലൂടെ ഒരു ട്രെയിലർ റിയാക്ഷനായിട്ട് വരിക. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന സംഭവമാണ് കേട്ടോ മറ്റേ ചാനലിൽ. ഇത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, പുനരാരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ പുനരാരംഭിക്കുന്ന ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റേ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുള്ള ആക്ടർ ദിലീപ്. യെസ്, ഭയം, ഭക്തി, ബഹുമാനം, ഈ മൂന്നെണ്ണം ഭ എന്നാണ് പടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എത്ര പേര് ട്രെയിലർ കണ്ടു എന്നുള്ള അറിയില്ല. ആദ്യം നമുക്ക് ഡയറക്റ്റായിട്ട് ട്രെയിലർ റിയാക്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഡിസംബർ 18 ഈ ഒരു മൂവി ഇറങ്ങുന്നത്. ജസ്റ്റ് ട്രെയിലർ വന്നേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് ട്രെയിലർ വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ തന്നെ 1.5 ലക്ഷത്തിൽ മുകളിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ട്രെയിലർ നമുക്ക് പ്ലേ ചെയ്യാം. ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ടു എൻഹാൻസ് ദി സൗണ്ട് ക്വാളിറ്റി കണക്ട് എ കമ്പാറ്റബിൾ ഓഡിയോ ഡിവൈസ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 2 ചെവിയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓഡിയോ ഡിവൈസൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. ചില സിറ്റുവേഷനിൽ ഞാൻ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം പിന്നീടാണ് റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഈ ഒരു ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമുക്ക് ഒരുമിച്ച് കാണാം. യെസ്, നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം, കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിന് മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you are searching for. Flashback போற மாதிரியே இருக்குது. ഇത് ഞാൻ കടക്കും. சும்மா தூக்கி அடியண்ணா. അഡ്വക്കേറ്റ് മുകുന്ദനോ ഒറിജിനൽ. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുവിളിക്കണം. എല്ലാവരുടെയും കണ്ണുകൾ മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം തൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു 1.5 കഥ വരുന്നത്. മതിയാ. இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா? മതിയോന്ന് വെച്ച് ഇൻ്റെ നട പൊതുമ ഇന്നും കൊഞ്ചം വേണമാത്. ഞാൻ ഈ ട്രെയിലർ, യെസ്, കമ്മിങ് ടു ദി ട്രെയിലർ, വളരെ ഞാൻ ചിരിച്ചതെന്നറിയോ, ഇടയ്ക്ക് ചിരിച്ചൊരു സംഭവം. സത്യം പറഞ്ഞാൽ കോമഡി മൂവിയാണ്. ലാലേട്ടൻ ഇതൊക്കെ പറയണം, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവാതിരിക്കാൻ ആ കാര്യം തന്നെ പെട്ടെന്ന് പറയാം. ചിരിച്ചെന്തറിയോ, അതിപ്പോൾ പറയാൻ പറ്റില്ലായിരുന്നു. ദേവൻ്റെ ഡയലോഗില്ലേ, ദേവൻ്റെ ഒരു മെയിം ഡയലോഗ് വരുന്നുണ്ടല്ലോ. എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല ഡയലോഗ് ഉണ്ടല്ലോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോൾ പറയാൻ കഴിയില്ല. വരട്ടെ. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനീഷ്യലി എനിക്ക് ഒരു മസാല ടൈപ്പ് ട്രെയിലർ പോലെ തോന്നിയെങ്കിലും നമ്മുടെ ലാലേട്ടൻ വന്നതോടുകൂടി ഡെഫിനറ്റ്ലി അതിൻ്റെ ആ ഒരു വേവ് ലെങ്തേ മാറിപ്പോച്ച്. സാൻഡി കണ്ടു അല്ലേ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. ഇതിൻ്റെ തിരക്കഥ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള അറിയില്ല. തിരക്കഥ നമ്മുടെ നൂറിൻ ഷെറീഫും ഹസ്ബൻഡുമാണ്. ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ട്, അവരുടെ കല്യാണം നടന്ന സമയത്തൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. ഞാൻ ആ വിഷയങ്ങളൊക്കെ അന്ന് എടുത്തിട്ട് വീഡിയോ ചെയ്താണ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടോ. എന്തായാലും ഭയം, ഭക്തി, ബഹുമാനം ദിലീപിൻ്റെ കംബാക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ഡിസംബർ 18 ഈ മൂവി റിലീസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ദിലീപിൻ്റെ ഈ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഫസ്റ്റ് മൂവിയാണ്. വരുന്ന ഫസ്റ്റ് മൂവി
വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ശ്രീനാഥ് ഭാസിയുണ്ടോ സംശയമുണ്ട്, അറിയില്ല, എനിക്കങ്ങനെ വായിച്ച പോലെ തോന്നി. ഇനി വേറെ ആരെങ്കിലും പേര് മിസ്സായാലും ക്ഷമിക്കണം. സാൻഡി മാസ്റ്റർ, നമ്മളെ മറ്റേ ചോക്ലേറ്റ് കാഫി ലോഗയിൽ കണ്ടിട്ടുള്ള ഡാൻസ് കൊറിയോഗ്രാഫറാണല്ലോ പുള്ളി അല്ലേ. ഇതിനൊക്കെ പുറമെ ക്യാമിയോയിൽ നമ്മളെ ഏട്ടൻ വരുന്നുണ്ടെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ഇന്ന് ട്രെയിലറിൽ കണ്ടു. അണ്ണൻ എന്നാണ് പറയുന്നത്. രണ്ടുപേർക്കും ഒരേപോലെ തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ട്രെയിലർ ഒന്ന് കണ്ടാൽ വിരോധം ഉണ്ടാവുമോ? നമുക്കൊന്ന് നിർത്തി കാണാനുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യോജിക്കുന്നുള്ള അറിയില്ല. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഈ ട്രെയിലർ ഒന്ന് കാണാൻ തോന്നി. ജസ്റ്റ് ഒരു വട്ടം കൂടി, എന്നാലേ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളോട് തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നെമത്ത കെട്ടിയ പോലെ വെൽക്കം ടു ദി വേൾഡ് ഓഫ് മാഡ്നസ്. ഈ ഭാഗമൊക്കെ എനിക്ക് ജസ്റ്റ് നോർമൽ പോലെ ആദ്യം തോന്നിയില്ല കേട്ടോ. അതുപോലെ ലാലേട്ടൻ വരുന്ന സമയത്താണ് ആകെ മാറി പറഞ്ഞത്. I will take you to the miraculous universe of the most wanted person you're searching for. സകല ടീം കൊണ്ട് അടിച്ചു കയറി വാ, അതുകൊണ്ട് കേട്ടോ. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി ഒറിജിനൽ. വാ കലക്കും. വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പ് വിളിക്കണം. സംഭവം കംപ്ലീറ്റ് പഞ്ച് ഡയലോഗ് കേട്ടോ. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പ് വിളിക്കണം. ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് യെസ്, എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. അതൊന്ന് സ്റ്റിലിട്ടെ, അതൊന്ന് നോക്കണമല്ലോ. രണ്ടാളല്ലേ, എന്താണ് ഫ്രെയിം മക്കളെ, എന്താണ് ഫ്രെയിം, ഒരു രക്ഷയില്ല. ഇത് പൊളിക്കട്ടോ. ഈ വണ്ടർ നമ്പർ ശ്രദ്ധിച്ചോ, ബുള്ളറ്റ് നമ്പർ ശ്രദ്ധിച്ചോ, K113433. ഇത് ആരോ സത്യനന്ദിക്കാടിൻ്റെ പഴയ മൂവിയിലൊക്കെ ഇല്ലേ, പിൻഗാമിയിലുള്ള വണ്ടി, പഴയ ബുള്ളറ്റ്. യെസ്, ലാലേട്ടൻ വിത്ത് ദി ഓൾഡ് ബുള്ളറ്റാണ്. അടിപൊളി. മതിയോ? പോരാ, ഇനി ബാക്കി പടം കണ്ടതിന് ശേഷം. യെസ്, ഡിസംബർ 18 വെയിറ്റിംഗ് അല്ലേ, കംബാക്കാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെ ഒരു മുഴുനീള കോമഡി ആൻഡ് മാസ് മൂവിയാണ്. എങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളത് അറിയില്ല. കേസിൻ്റെ വഴിക്കും പേഴ്സണൽ ലൈഫിൻ്റെ വഴിക്കും പോട്ടെ. ഇതൊരു സിനിമയാണ്, ഒരു പ്രോജക്റ്റാണ്, ഒരു ബിസിനസ്സാണ്, ഒരുപാട് പേരുടെ അധ്വാനമാണ്. ആ ഒരു രീതിയിൽ ഇതിനെ കണ്ടു നോക്കാം. എന്ന് വെച്ചാൽ ഏതെങ്കിലും പൊട്ടപ്പടം തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മലയാളികൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് ഈ ട്രെയിലർ കണ്ടതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനലിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൂവി ന്യൂസ് പ്ലസ് ട്രെയിലറൊക്കെയാണ്, ഇങ്ങനത്തെ ട്രെയിലർ റിയാക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വർക്കാവും എന്നുള്ളത് അറിയില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.